മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും രാവിലെ തന്നെ മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേറ്റെടുത്തു. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് ഓഫീസിലെത്തി ചുമതലയേൽക്കും. രാകേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാകേഷ്, ഇതിനോടകം 2 മന്ത്രിമാർ ചുമതലയേറ്റിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം എപ്പോഴാണ് ചുമതലയേൽക്കുന്നത്? പാർവതി, വകുപ്പുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് മന്ത്രിമാർ ഏതായാലും മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേൽക്കുന്നത്. ആദ്യം ഇന്ന് മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേറ്റത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒപ്പം തന്നെ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമാണ്. 8:15 ഇരുവരും മന്ത്രാലയങ്ങളിലെത്തി ചുമതല ഏറ്റെടുത്തു. ഏതായാലും എസ് ജയശങ്കർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ മന്ത്രി സമാനമായ രീതിയിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിന്റെ വലിയ പരിഷ്കരണ നടപടികൾ റെയിൽ മേഖലയിൽ നടപ്പാക്കിയിട്ടുണ്ട്, റെയിൽവേയിൽ നടപ്പാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അത്തരം പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും 3 മന്ത്രിമാർ ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നു. പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അല്പസമയത്തിനകം തന്നെ മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റിരിക്കുകയാണ്. അങ്ങനെ 3 മന്ത്രിമാർ ചുമതലയേറ്റിരിക്കുന്നു. ഭൂരിഭാഗം മന്ത്രിമാരും ഇന്ന് തന്നെ ചുമതലയേൽക്കാൻ തന്നെയാണ് സാധ്യത. ക്യാബിനറ്റിൽ 2 പേരാണ് മലയാളികളായുള്ളത്. ഒന്ന് സുരേഷ് ഗോപിയും 2 ജോർജ് കുര്യനും. ഇരുവരും 11 മണിയോടുകൂടി മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേൽക്കുമെന്നാണ് വിവരം. അപ്പോൾ ഭൂരിഭാഗം പേരും ഇന്ന് തന്നെ ചുമതലയേറ്റെടുക്കും. അശ്വിനി വൈഷ്ണവിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ റെയിൽവേക്ക് പുറമെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിന്റെ ചുമതല കൂടി അശ്വിനി വൈഷ്ണവിനുണ്ട്. ഉച്ചയോടുകൂടിയായിരിക്കും അശ്വിനി വൈഷ്ണവ് ആ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുക. പാർവതി. രാകേഷ്, മറ്റൊരു കാര്യം, കഴിഞ്ഞ മോദി സർക്കാരിന്റെ തുടർച്ചയായാണോ വകുപ്പുകളിലെ മാറ്റമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഏകദേശം 10-ലധികം മന്ത്രിമാർക്ക് കഴിഞ്ഞ അതേ വകുപ്പുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പ്രധാന വകുപ്പുകളിൽ പഴയ മന്ത്രിമാർ എന്നത് ഭരണരംഗത്ത് എത്രത്തോളം നേട്ടമാകുമെന്നാണ് BJP കരുതുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായി തന്നെയാണ് പ്രധാനമന്ത്രി തന്നെ ഇതിനെ വിലയിരുത്തുന്നത്. കാരണം സർക്കാർ മാറിയെന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ തുടർച്ച എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ മന്ത്രിമാർ തന്നെയാണ് ഭൂരിഭാഗം പേരും ഇപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനം ആഭ്യന്തര വകുപ്പ് അമിത്ഷാ തന്നെ കൈകാര്യം ചെയ്യുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ചതാണ് സഹകരണ വകുപ്പ്, അതും അമിത്ഷാ തന്നെയാണ്. ഒപ്പം പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗ് തന്നെ തുടരുകയാണ്. ധനമന്ത്രാലയത്തിൽ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നു. അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ 5 വർഷക്കാലവും വിദേശകാര്യമന്ത്രിയായിരുന്നത്. കഴിഞ്ഞ 1-2 മോദി സർക്കാരുകളിലെ റോഡ് ഗതാഗത മന്ത്രിയായിരുന്നു നിതിൻ ഗഡ്കരി. ആ വകുപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. 3ാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോഴും അദ്ദേഹത്തിന് ആ വകുപ്പിന്റെ ചുമതല തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്നു. അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ആ വകുപ്പ് നൽകിയിരിക്കുന്നത്. വാണിജ്യ വകുപ്പ് പീയൂഷ് ഗോയലിന് നൽകിയിരിക്കുന്നു. BJP ദേശീയ അധ്യക്ഷനായ JP നഡ്ഡ 1ാം മോദി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്നെങ്കിൽ 2ാം മോദി സർക്കാരിന്റെ കാലത്ത് BJP ദേശീയ അധ്യക്ഷനായിരുന്നു. പക്ഷേ ഇത്തവണ വീണ്ടും അദ്ദേഹം ക്യാബിനറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന് ആ പദവി, അതായത് ആരോഗ്യ വകുപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10-11 മന്ത്രിമാർ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൈകാര്യം ചെയ്യുന്ന അതേ വകുപ്പിലേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന പ്രത്യേകത കൂടിയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ BJP കൈവശം വെച്ചിരിക്കുന്നു. സഖ്യകക്ഷികളിൽ പ്രധാനമായും TDPക്ക് നൽകിയിരിക്കുന്നത് വ്യോമയാന വകുപ്പിന്റെ ചുമതലയാണ്. വ്യോമയാന മന്ത്രാലയമാണ് TDPയിലെ റാം മോഹൻ നായിഡുവിന് നൽകിയിരിക്കുന്നത്. 1ാം മോദി സർക്കാരിന്റെ കാലത്ത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളപ്പോഴും TDPക്ക് ആ വകുപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സഖ്യ സർക്കാരായിരുന്നിട്ട് പോലും TDP വ്യോമയാന മന്ത്രാലയത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. JDUവിന്റെ കാര്യമെടുക്കുകയാണെങ്കിലും JDU റെയിൽവേ അടക്കമുള്ള വകുപ്പുകളാണ് ചോദിച്ചിരുന്നെങ്കിൽ ആ വകുപ്പ് ഏതായാലും JDUവിന് നൽകാൻ തയ്യാറായിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ സഖ്യകക്ഷികൾക്ക് ഒരുപക്ഷെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം, പ്രത്യേക പാക്കേജ് തുടങ്ങിയവ അനുവദിക്കണം, പ്രത്യേക പദവി നൽകണം തുടങ്ങിയവയായിരുന്നു. അക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വകുപ്പുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ BJP തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ഈ വകുപ്പ് യോജന പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർവതി.